UDF അവതരിപ്പിച്ച ബജറ്റിൽ ഇതിനെക്കുറിച്ച് പൂർണ്ണമായി പരാമർശിക്കാതിരിക്കുക, സ്വകാര്യവൽക്കരണത്തിനുള്ള പച്ചക്കൊടി കാണിക്കുക. അപ്പോൾ കരിമണൽ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള പ്രകടമായ നീക്കമാണ് UDF സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഈ പ്രശ്നത്തിൽ KMML ബന്ധപ്പെട്ട് മറ്റൊരു വിദണ്ഡവാദം മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയുണ്ടായി. അതായത് KMML ഒരു സ്വകാര്യ കമ്പനിയെ ഇതിനു വേണ്ടി ഉപയോഗിച്ചു ഖനനത്തിന് പുറപ്പെട്ടു എന്ന മട്ടിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇവിടെ KMML സാധാരണഗതിയിൽ ഖനനം ചെയ്ത കരിമണൽ ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് ആവശ്യമുണ്ട്. ആ കരിമണൽ ഉപയോഗിക്കുമ്പോൾ അവർ ഇൽമിനേറ്റാണ് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത്. ബാക്കി വരുന്ന മണലുണ്ട്, ആ ബാക്കി വരുന്ന മണലിൽ പല ധാതുക്കളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മോണോസൈറ്റ്. ഇപ്പോൾ മോണോസൈറ്റ് അടക്കമുള്ള അമൂല്യമായ ധാതുക്കളുള്ള ഈ മണൽ അവർ ചെയ്യുന്നത് കോൺക്രീറ്റ് അറകളുണ്ടാക്കി അവയിൽ സുരക്ഷിതമായി സൂക്ഷിക്കലാണ്. ഇതാണ് KMML എല്ലാ കാലത്തും ചെയ്യുന്നത്. ഇത് വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ KMMLൻ്റെ കയ്യിലില്ല. ഈ ബാക്കിയുള്ള മണലിലുള്ള മോണോസൈറ്റ് പോലുള്ള കാര്യങ്ങൾ വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ KMMLൻ്റെ കയ്യിലില്ല. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ നിറച്ച് വന്നാൽ പിന്നെ എല്ലാം നിറയല്ലോ, പിന്നെ ഇതെവിടെ വെക്കും എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ലേ. അപ്പോൾ ഒരു അടിയന്തര ആവശ്യമായി വന്നു. അവരതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങി കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള NFTDC ആ സ്ഥാപനത്തിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു പൈലറ്റ് പ്രോജക്റ്റ് നടത്താനാണ് ഉദ്ദേശിച്ചത്. അത് 18 മാസത്തെ പൈലറ്റ് പ്രോജക്റ്റാണ്. അതിനുവേണ്ടി KMML ടെൻഡർ വിളിച്ചു. അതൊരു യഥാർത്ഥത്തിലുള്ള ഗവേഷണ പദ്ധതിയാണ്. അത് ഖനനമല്ല, ഖനനം നടക്കുന്നേയില്ല. ഇതുമായി ബന്ധപ്പെട്ട് കയ്യിലുള്ള മണലിൽ നിന്ന് മോണോസൈറ്റ് വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ, അതാണ് KMML ആലോചിച്ചത്. ഈ ടെൻഡറിൽ ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിയെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അത് അവസാന തിരഞ്ഞെടുപ്പല്ല. അതിനകത്ത് തന്നെ ഒരു കാര്യം വ്യക്തമാക്കി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമാനുസൃത അനുമതി ലഭിച്ചാൽ മാത്രമേ അവരുമായി ധാരണാപത്രം ഒപ്പിടുകയുള്ളൂ. അത് ആ ഘട്ടത്തിൽ തന്നെ ഗവൺമെൻറ് നിലപാടെടുത്തതാണ്. വ്യവസായ വകുപ്പ് ആ തരത്തിൽ നിർദ്ദേശവും നൽകിയതാണ്. ഇവർക്ക് ഒരു വർക്ക് ഓർഡറും നൽകിയിട്ടില്ല ഈ പറയുന്ന ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിക്ക്. ഈ പൈലറ്റ് പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന മിനറൽസ് അത് പൂർണ്ണമായും KMML തന്നെ കൈമാറണം എന്നതും ആ ഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊരു ഖനനമല്ല, ഇതൊരു പരീക്ഷണ ഘട്ടമാണ്, അതിൻ്റെ ഭാഗമായുള്ളൊരു പദ്ധതിയാണ്. ഇത് വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ KMMLൻ്റെ കയ്യിലില്ല. ആ സാങ്കേതിക വിദ്യ ഉള്ള കമ്പനിയെ തേടി പോവുകയാണുണ്ടായത്. അതിൻ്റെ ഭാഗമായി അവസാന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുമില്ല. അപ്പോൾ മന്ത്രിസഭാ തലത്തിൽ ഇക്കാര്യത്തിൽ നയപരമായി അംഗീകാരം നൽകി കഴിഞ്ഞിട്ടില്ല. കേവലമായ ഒരു പരീക്ഷണ പദ്ധതിയായാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അത് മുഖ്യമന്ത്രി വലിയ തോതിൽ
വളച്ചൊടിക്കുന്ന നിലയാണുണ്ടായത്. ഈ പരീക്ഷണ പദ്ധതിയെ കരിമണൽ ഖനനം കുത്തകകൾക്ക് വിൽക്കാനുള്ള അഴിമതി നിറഞ്ഞ നീക്കത്തിന് ന്യായം കണ്ടെത്താൻ വേണ്ടി സഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന നിലയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് കണ്ടത്. ഇത് ശരിയായ രീതിയല്ല. സാധാരണഗതിയിൽ വലിയ തോതിൽ വസ്തുതകൾ മറച്ചുവെച്ച് തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് ഉണ്ടാകുന്നത് അഭിലഷണീയമായ കാര്യമല്ല. വസ്തുതകളെ സംബന്ധിച്ച് പൂർണ്ണമായ അന്വേഷണം നടത്തി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും നാടിനെ അറിയിക്കാനും മാധ്യമങ്ങളും ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ചിലരെങ്കിലും മറ്റു തരത്തിലുള്ള വാർത്തകൾ ഇതുമായി നൽകിയതുകൊണ്ടാണ് ആ തരത്തിൽ ഞാൻ പറയുന്നത്.